ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിനോട് എന്തെങ്കിലും വഴിപാടുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ദൈവത്തിനെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഏസ് ഓഫ് കപ്സ്, സിക്സ് ഓഫ് സോർഡ്സ്, ടു ഓഫ് പെൻറ്റിക്കിൾസ്, ഫോർ ഓഫ് കപ്സ്, ടവർ, വേൾഡ്, നയൻ ഓഫ് പെൻറ്റിക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂൺ. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ആദ്യം തന്നെ കാർഡ് എടുത്തപ്പോൾ കിട്ടിയത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ നിങ്ങളിൽ പല വ്യക്തികളും ദൈവത്തിന് വാഗ്ദാനം നൽകിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പക്ഷെ നിങ്ങളത് പാലിച്ചിട്ടില്ല എന്നിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പ്രാർത്ഥന, ആ ഒരു വഴിപാട് നേർന്ന സമയത്ത് ദൈവം അവിടെ ഉണ്ടായിരുന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എനർജി സ്വീകരിച്ചതായിട്ടും ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നൽകിയതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു വഴിപാട് ഇവിടെ മറന്നു പോയതായിട്ടാണ് കാണിക്കുന്നത്. ദൈവം ഒരിക്കലും നിങ്ങളോട് ഇവിടെ പിണങ്ങിയിട്ടില്ല. പകരം നിങ്ങളെ ഉണർത്തുവാനായിട്ടുള്ള എനർജി, പലതരത്തിലുള്ള എനർജി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും നിങ്ങളുടെ ആത്മാവിനെ ആ ഒരു വാഗ്ദാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട്, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുവാനായിട്ട് വീണ്ടും ചില പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ ദൈവം തന്നതായിട്ടുമുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പല വ്യക്തികളും ഇവിടെ വലിയ തിരക്കുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കയ്യിൽ ഒരു ജോലിയായിരിക്കാം, മറ്റൊരു കയ്യിൽ ഫാമിലി, അങ്ങനെയൊക്കെ വളരെ ഏറെ തിരക്കിലൂടെ പോകുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ദൈവത്തിന് നിങ്ങൾ നേർന്ന ആ ഒരു വാഗ്ദാനം നിങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തതുപോലെയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളത് മറന്നു പോകാനാണ് കൂടുതൽ സാധ്യത കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളത് ചില സമയത്ത് ഓർക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലാവാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ദൈവം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് പലതരത്തിലുള്ള എനർജികളും ഇപ്പോൾ അയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫോർ ഓഫ് കപ്സിലൂടെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളിലോട്ട് ദൈവം അയക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിലോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ എനർജറ്റിക്കലി നൽകിയ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഉണർത്താൻ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ വന്നു ചേർന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ ടവറിലൂടെ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ചില പരീക്ഷണങ്ങൾ വീണ്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. അതായത് ഇതൊരിക്കലും നിങ്ങളെ ശിക്ഷിക്കാനായിട്ടുള്ളതല്ല, പകരം നിങ്ങളുടെ സോൾ ഉണരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു ഓർമ്മപ്പെടുത്തൽ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ മറ്റ് ചില പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലിനായിട്ട് ചില പരീക്ഷണങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നതായിട്ടും അല്ലെങ്കിൽ ഉടൻ തരുന്നതായിട്ടുമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇവിടെ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കുക. അത് എന്താണ് നിങ്ങൾ ദൈവത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നത്, ആ ഒരു വഴിപാട് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വഴിപാടിലൂടെ ചില ഒരു കാർമിക്കായിട്ടുള്ള ചാപ്റ്റർ അടയ്ക്കാനും കൂടി ഉള്ളതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു വാഗ്ദാനം നടപ്പിലാക്കിയാൽ മാത്രമേ ആ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ഒരു എനർജിയൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം നിങ്ങൾക്കായിട്ട് സമൃദ്ധമായി നൽകാൻ തയ്യാറാണെന്ന് നയൻ ഓഫ് പെന്റക്കിൾസിലൂടെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നിവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഭാഗ്യചക്രം വീണ്ടും പുതിയ ദിശയിലേക്ക് തിരിയും എന്ന് ഒരു എനർജിയാണ് ഈ വീൽ ഓഫ് ഫോർച്യൂണിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ വെറുതെ ഒരു നിമിഷത്തിൽ നമ്മൾ വെറുതെ പറയാതിരിക്കുക. ദൈവമേ, ഞാൻ അത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം നമ്മൾക്ക് സാധിച്ചു കിട്ടിയതിന് ശേഷം അത് മറന്നു പോകാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യാതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് നേടിയാലും ദൈവത്തിനെ മറക്കാതിരിക്കുക എന്നും ഇവിടെ പറയുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എന്തെങ്കിലും വഴിപാടുകൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെയുള്ളൊരു റീഡിംഗാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.